ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നാളുകളായി നമ്മൾ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്തിട്ട് ഇല്ലേ. പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം തിരക്കുകളും ഒക്കെ വളരെ കൂടിയത് കൊണ്ട് നമുക്കൊന്നിനും നേരമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ മനഃപൂർവ്വമല്ല വീഡിയോകൾ ചെയ്യാത്തത്. അപ്പോൾ പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. വേണ്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ കണ്ട ഒരു റിപ്ലൈ ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഇന്ന് എൻ്റെ 3 സ്റ്റോപ്പ് ലോസും അടിച്ചു എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടു. എൻ്റെ 3 സ്റ്റോപ്പ് ലോസും അടിച്ചു എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം, ഒരു അവയർനെസ് വേണം എന്ന് ഞാൻ വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് എവിടെ എപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ കുറച്ചും കൂടെ അതിനതിൽ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് ഒരു സമ്മറി ഒന്ന് പറയാൻ വിചാരിച്ചു. നിങ്ങൾ കാണാത്തവർ ആ വീഡിയോയുടെ ഒന്ന് കണ്ടോളൂ ഇതിൻ്റെ കൂടെ തന്നെ, ഓക്കെ. എങ്കിലും പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമാക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്, ഓക്കെ. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോപ്പ് ലോസ് പലർക്കും ഫ്രീക്വൻ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ നോക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നു, നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റോപ്പ് ലോസ് മാത്രമേ അടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ധാരാളം പേര് പരാതി പറയാറുണ്ട്. അല്ല, സ്റ്റോപ്പ് ലോസിനെ സാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. നമ്മളെല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എത്രയാണ്? 10 പോയിൻറ്റ്, 15 പോയിൻറ്റ് പ്രീമിയമാണ് വെക്കുന്നത്, ഇല്ലേ. ഇപ്പോൾ നമ്മൾ 100 രൂപയുടെ ഒരു സ്ട്രൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 90 രൂപയ്ക്കായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇല്ലേ. സ്റ്റോപ്പ് ലോസ് 90 രൂപയ്ക്ക് 10 രൂപ സ്റ്റോപ്പ് ലോസ് അടിക്കണം. 10 രൂപ പോയാൽ നമുക്ക് ഹിറ്റാകണം, നമുക്ക് സേഫായിട്ട് ഇറങ്ങണം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രീമിയം അല്ല. നിങ്ങൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നത് എൻ്റെ ബോധ്യത്തിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഈ പറയുന്നത്, ഓക്കെ. ചിലപ്പം ഇതിനെ പ്രതികൂലിക്കുന്ന ധാരാളം ആൾക്കാർ കാണാം. വീഡിയോ കാണുന്നതിന് താഴെ പല കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ, നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇത്രയും നാളല്ല, ഞാൻ എല്ലാ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ എല്ലാ കാര്യം സംസാരിക്കുമ്പോഴും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ അനുഭവ പരിജ്ഞാനത്തിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കൂടുതലും അതിനൊരു വിന്നിങ് പ്രോബബിലിറ്റി വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാനത് എൻ്റെ ജീവിതത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അല്ലെ, ഞാൻ ആ അനുഭവത്തിലൂടെ, അല്ലെ ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് എനിക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് എനിക്ക് നിൽക്കാനും പറ്റുന്നതിന് പ്രധാനപ്പെട്ട കാര്യം സ്വന്തം അനുഭവത്തിന് വെളിച്ചമാണ്. ഞാൻ പറഞ്ഞല്ലോ, പഴമക്കാർ പറഞ്ഞു കേട്ടില്ലേ, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അനുഭവത്തിനെ വെല്ലാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ എക്സ്പീരിയൻസിനെ വെല്ലാൻ വേറെ ഒരു പഠിത്തത്തിനും കഴിയത്തില്ല. അപ്പം സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് ഞാനത് നിങ്ങളെ പല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നൊരു സംഭവം പ്രീമിയം അല്ല. പലർക്കും അത് അറിയത്തില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന 100 രൂപയുടെ സ്ട്രൈക്ക് എടുക്കുകയാണെങ്കിൽ 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്, അപ്പോൾ 10 പോയിൻറ്റ് 90 രൂപ വെക്കുന്നു. 10 പോയിൻറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ 90 രൂപയ്ക്ക് നമ്മൾ അവിടുന്ന് എക്സിറ്റായി മാറുന്നു. ഇതാണ് നമ്മൾ സാധാരണ ഇതിൽ ചിന്തിക്കാറുള്ള സ്റ്റോപ്പ് ലോസ്. പക്ഷേ അതങ്ങനെ അല്ല. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പ്രീമിയത്തിനേക്കാൾ ഉപരി അതൊരു ലെവലാണ്. നമ്മൾ ചാർട്ടിനകത്ത് ലെവലുകൾ വരയ്ക്കാറുണ്ട്, ഇല്ലേ. ആ ലെവലുകളാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഒരിക്കലും പ്രീമിയം അല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ പ്രീമിയത്തിനെ അത്രയും ലെവലിൻ്റെ അവിടെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചാർട്ടിനകത്തൊരു സപ്പോർട്ട് നമ്മൾ കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളിപ്പോൾ ഈ 26.011 നമ്മുടെ എഡ്ലർക്ക് അറിയാവുന്ന ഒരു പോയിൻ്റ്, ഒരു ലെവലാണ് 26.011, ഇല്ല. അപ്പോൾ 26.011 അവിടെ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണ്. ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ആ 26.011 എന്നുള്ള ലെവലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് മേലോട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ATM ഒരു സ്ട്രൈക്ക് എടുക്കുകയാണ്. ഇപ്പോൾ അതിന് 100 രൂപ അല്ല 120 രൂപയാണ് അതിൻ്റെ പ്രൈസിൻ്റെ, ആ സ്ട്രൈക്കിൻ്റെ പ്രൈസെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഏരിയയിൽ ആ പോയിൻറ്റിൽ നമ്മൾ ഈ പ്രൈസ് എത്തുമ്പോൾ, ആ ലെവലിൽ പ്രൈസ് എത്തുമ്പോൾ ബുള്ളിഷ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു ട്രേഡ് എൻട്രി ചെയ്യുന്നു. അപ്പോൾ അതിന് തൊട്ട് താഴോട്ട് ഇപ്പം
ഒരു ATM സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ 0.5 ആണ് ഇല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 20 പോയിൻറ്റ് താഴോട്ട്, അപ്പം 25,980 നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡെൽറ്റ വെച്ച് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 പോയിൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഇല്ലേ. 25,980 നമ്മളൊരു വര ഇടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വിക്കോ അല്ലെങ്കിൽ ആ വിക്കിനോട് വെച്ചിട്ട് അളന്ന് നോക്കി നമ്മൾ 10 പോയിൻറ്റ് 12 പോയിൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടും. അല്ല തിരിച്ച് താഴെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 20 പോയിൻറ്റ് താഴെ പോകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും ഇല്ലേ. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. ഓക്കെ, ഇനിയും ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിടുന്നോട്ടെ. ഇപ്പം നമ്മളിങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ATM സ്ട്രൈക്കിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ 10 പോയിൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ട്രേഡ് സെറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു. ഈ ദിവസം ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം ഇല്ല, ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് ഒരിക്കലും പ്രീമിയം അല്ല, ഒരു ലെവലാണ്. പക്ഷെങ്കിൽ നമ്മൾ ഈ ട്രേഡ് എടുക്കുമ്പം ആ ട്രേഡ് എടുക്കുന്ന ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നുപോലെ. ഇതേ സെയിം സിനാരിയോ തന്നെ നമ്മൾ ചൊവ്വാഴ്ച ആണല്ലോ എക്സ്പയറി. നമ്മൾ ബുധനാഴ്ചയാണ് ഈ ട്രേഡ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ മാർക്കറ്റ് ആ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 26,011 അവിടെ 26,011 അവിടെ 26,000, 25,980, 90 ആ റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ല. കാരണം എന്താണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് നമ്മൾ 25,980 വെച്ചേക്കുന്നത്. അപ്പം 80 വെച്ചപ്പോൾ ഒരു 12 പോയിൻറ്റ് 15 പോയിൻ്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ. അപ്പോൾ ആ ഏരിയ കടന്ന് കളിക്കുവാണെങ്കിലും തിങ്കളാഴ്ചത്തെ ദിവസം, അതായത് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്, പുതിയ ഫ്രഷ് കോൺട്രാക്റ്റ് വീക്കിലി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അവിടെ സ്റ്റോപ്പ് ലോസ് DK വളരെ കുറവാണ്. സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വളരെ സാധ്യത വളരെ കുറവാണ് ഇല്ലേ. ഇതേ സിനാരിയോ തന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ഈ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 26,011 അവിടെ തന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് എങ്ങോട്ടും പോകുന്നില്ല. 25,990, 26,000, 26,010, 26,020 ആ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ 25,980 വന്നില്ലെങ്കിലും 26,000 നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും. എന്താ കാര്യം? കാരണം മാർക്കറ്റ് ആ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രീമിയം എന്ത് സംഭവിക്കുന്നു? അവിടെ DK സംഭവിക്കുന്നു. അപ്പോൾ ആ DK കൊണ്ട് നിങ്ങളുടെ പ്രീമിയം ഉരുക്കി തീരുന്നു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. കാരണം നമ്മൾ പ്രീമിയം സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്, പ്രീമിയത്തിലെ സ്റ്റോപ്പ് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. 90 ആകുമ്പോൾ 100 രൂപയ്ക്ക് അടുത്ത് സ്ട്രൈക്ക് ആണെങ്കിൽ 90 ആകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണം ഇല്ലേ. മാർക്കറ്റ് ഈ 26,000, 26,010, 26,020, പിന്നെ 26,000 വന്നു, 25,990 വന്നു, പിന്നെ 80 പോയിട്ടില്ല, 90 വന്നു, പിന്നെ 26,000 പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 മണിക്കൂർ നേരം വെള്ളിയാഴ്ച ദിവസം കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 പോയിൻ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഞാൻ സ്റ്റോപ്പ് ലോസ് താഴെയല്ലേ വെച്ചത്, പിന്നെ എങ്ങനെയുണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി? ഇവിടെയാണ് ക്വസ്റ്റ്യൻ ഇല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം അവിടെയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? 2-3 മണിക്കൂർ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രീമിയം ഉരുക്കിത്തീരുന്നു, അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. ഇനി ഈ സംഭവം വെള്ളിയാഴ്ചയ്ക്ക് പകരം തിങ്കളാഴ്ച ആണെങ്കിലോ 2 മണിക്കൂറൊന്നും വേണ്ട, 1 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അപ്പം തന്നെ അടിക്കുന്നു. ഇത് ചൊവ്വാഴ്ച ആണെന്നുണ്ടെങ്കിലോ 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. വ്യത്യാസം മനസ്സിലായി പറഞ്ഞേ. അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ദിവസം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് DK എടുക്കുമ്പോൾ അല്ലെ കോൺട്രാക്റ്റ് എക്സ്പയറിയോട് എടുക്കുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DKയുടെ ആ ഒരു പ്രഭാവം കുറച്ച് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ തന്നെ ഈ നെക്സ്റ്റ് എക്സ്പയറിയിലോ അടുത്ത എക്സ്പയറിയിലോ ഇത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമോ? ആ ദിവസം വോളറ്റാലിറ്റി വളരെ കൂടുതലായിരിക്കും. മാർക്കറ്റ് അപ്സൈഡ് ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യത, വാലുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, വാലുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇല്ലേ. ലോങ് വിക്കുകൾ വേണം. അങ്ങനെ ലോങ് വിക്കുകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ സംഭവിക്കുന്നത്? 26,015 നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 25,980 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഈ പറയുന്ന വിക്കുകളുടെ എണ്ണം പെട്ടെന്ന് മാർക്കറ്റ് താഴോട്ട് നിന്നിട്ട് പിന്നെ തിരിച്ച് കയറി പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും? അടിക്കും. അപ്പം അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ചൊവ്വാഴ്ച ആണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, അതുപോലെ തന്നെ വ്യാഴാഴ്ച ആണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ എക്സ്പയറി. അപ്പം നിങ്ങൾ ഈ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഈ 2 ദിവസം വളരെയധികം ശ്രദ്ധിക്കണം.
സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈവൻ DK ഇല്ലേ പോലും അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്, വോളറ്റാലിറ്റി വളരെ കൂടുതലാണ്, വിക്കുകളുടെ നീളം വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വാലുകൾ നേരെ പെട്ടെന്ന് താഴോട്ട് വന്നിട്ട് നേരെ തിരിച്ച് മാർക്കറ്റ് കയറിപ്പോകുന്ന നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് സ്ഥിരം കാണുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ദിവസം സ്റ്റോപ്പ് ലോസ് ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് എക്സ്പയറിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ലെവലുകളാണ് ഒരിക്കലും നമുക്ക് പ്രീമിയം അല്ല സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്പയറി മാറി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഫണ്ട് ഇല്ലാത്തവരോട് ഞാൻ എന്താ അവർക്ക് പറയണമെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും നമ്മൾക്ക് ഒരു എക്സ്പയറി മാറി അല്ലെ 2 എക്സ്പയറി മാറി നിങ്ങൾ ട്രേഡ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ പ്രീമിയം ഇച്ചിരി കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ചൊവ്വാഴ്ച കുഴപ്പമില്ല, ബുധനാഴ്ച വലിയ കുഴപ്പമില്ല. പക്ഷേ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കഴിവതും നെക്സ്റ്റ് എക്സ്പയറി നിങ്ങൾ ചെയ്യാൻ നോക്കുക. കുറച്ചപ്പോൾ 100 രൂപ കൊടുക്കണം പ്രീമിയം, ചിലപ്പോൾ 150, 160 അല്ലെങ്കിൽ 200 രൂപയ്ക്ക് അടുത്ത് ചിലപ്പോൾ നിങ്ങൾ പ്രീമിയം കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടെ നിങ്ങൾക്ക് DK നിങ്ങൾക്ക് കുറച്ച് തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷേ പൈസ ഫണ്ട് ഫണ്ടില്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, പലരും ഈ പൈസയുടെ ദൗർലഭ്യം കൊണ്ട് പലപ്പോഴും ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ മാർക്കറ്റ് ഇന്നിപ്പോൾ 25,950 ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. 25,950 ട്രേഡ് ചെയ്യുമ്പം 26,100, 26,200 ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാരണം എന്താണ്, അവിടെ പ്രീമിയം വളരെ കുറവാണ്. 50 രൂപയോ പിന്നെ 40 രൂപയോ 30 രൂപയോ കാണത്തുള്ളൂ. അപ്പം ഒരു ലോട്ട് മേടിക്കണേ 3,000-4,000 രൂപ കൊടുക്കാൻ തന്നെ കിട്ടും. അപ്പോൾ പൈസയുടെ ദൗർലഭ്യം കൊണ്ട് നമ്മൾ പലപ്പോഴും ചെറിയ സ്ട്രൈക്കുകൾ പോയി ഔട്ട് ഓഫ് ദ മണി പോയി നമ്മൾ എടുക്കാറുണ്ട്. അത് ഏറ്റവും വലിയ അപകടമാണ്. കാരണം നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഔട്ട് ഓഫ് ദ മണി നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്, മാർക്കറ്റിന് കൃത്യമായൊരു ഡയറക്ഷൻ ഉണ്ട്, ഇന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തും എന്ന് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഔട്ട് ഓഫ് ദ മണി നമ്മൾ സെലക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് എക്സ്പയറി ദിവസമോ എക്സ്പയറിയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ എക്സ്പയറിയുടെ ഒരു ദിവസം മുന്നെയോ നമ്മൾ ഒരു കാരണവശാലും ഔട്ട് ഓഫ് ദ മണി നമ്മൾ ട്രേഡ് ചെയ്യാൻ സെലക്ട് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വളരെ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അത് 70% നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഔട്ട് ഓഫ് ദ മണിയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്നുള്ള കാര്യത്തിൽ 80% ഉറപ്പാണ്, അടിച്ചിരിക്കും. കാരണം എന്താണ്, വോളറ്റാലിറ്റി കൂടുതലാണ്, ടൈം DK കൂടുതലാണ്. പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് DK ആവും, നിങ്ങളുടെ പ്രീമിയം എന്ത് ചെയ്യും, ഉരുകിത്തീരും. അപ്പം നിങ്ങളുടെ പ്രീമിയം അടിച്ചു. അപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരും പേഴ്സണൽ ചെയ്യുന്നത്, സാറേ ഞാൻ ഇച്ചിരി പ്രീമിയം കുറഞ്ഞതെടുത്ത്. പ്രീമിയം കുറഞ്ഞത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ദിശയിലേക്ക് മാർക്കറ്റ് പോകണം. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 25,950 ഇന്നത്തെ ദിവസം, ഇന്നിപ്പം എത്ര 19-ാം തീയതിയാണ്, 19-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇന്ന് 25,950 മാർക്കറ്റ് നിൽക്കുമ്പം നിങ്ങൾ 26,100, 200 പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ 10 രൂപ, 15 രൂപ, 20 രൂപ പ്രീമിയം കാണത്തുള്ളൂ. അല്ലെ 26,100 ചിലപ്പം 20 രൂപ, 30 രൂപ കാണത്തുള്ളൂ, 30 രൂപ, 40 രൂപ കാണത്തുള്ളൂ. പക്ഷേ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പം മാർക്കറ്റ് ഇന്നത്തെ ദിവസം ആ ദിശയിലേക്ക് പോകും, അല്ലെ അവിടോട്ട് എത്തും, അല്ലെ 150 പോയിൻ്റ് ഇന്ന് മാർക്കറ്റ് ട്രാവൽ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി അനുസരിച്ച്, നിങ്ങളുടെ പഠനം അനുസരിച്ച് മാർക്കറ്റ് ഇന്ന് 26,100 എത്തും, ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന 26,100 ഓക്കെ, നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്യാം. പക്ഷേ എങ്കിൽ നമ്മൾ ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ, ആണോ? മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. ദൈവം തമ്പുരാനും മാർക്കറ്റിന് മാത്രമേ എടുത്തുള്ളൂ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം. ഇന്നിപ്പോൾ തന്നെ വളരെ വലിയൊരു സംഭവം ഇപ്പോൾ നടന്നു. ഇന്ന് വെള്ളിയാഴ്ച 19-ാം തീയതി ഡിസംബർ 19 ഈ 2 ദിവസം കഴിയുമ്പോൾ വീഡിയോ കാണുന്നവർ പറയുക, ഇന്ന് 19 ഡിസംബർ 2025. ഇന്ന് അമേരിക്കയിൽ നമ്മുടെ ഇൻഫോസിസിൻ്റെ ADR 60% വരെ ഹൈക്ക് ചെയ്തു. 60%, ആലോചിച്ച് നോക്കണം, 60% വരെ ഹൈക്ക് ചെയ്തപ്പം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 300 പോയിൻ്റ് ഒറ്റയടിക്ക് പോയി. എല്ലാവരും വണ്ടറടിച്ച് ഞെട്ടിപ്പോയി. എന്താ സംഭവിക്കുന്നത് ആർക്കും ഒരു പിടിയില്ല. മെസ്സേജുകളുടെ ബഹളമാണ്. സാറേ ആണ്ട് ട്രേഡ് ഡീൽ സെറ്റായോ, അതാണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി പറക്കുന്നു, 300 പോയിൻ്റ് പോയി, എന്തോ ചെയ്യുക. എപ്പോഴത്തേക്ക് അങ്കലാപ്പായി, നിലവിളിയായി, ബഹളമായി സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയ സിറ്റുവേഷൻ, നമ്മുടെ സബ്ജക്റ്റ് വിട്ടു പോകുന്നു.
അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം മാർക്കറ്റ് അങ്ങനെ ഒരു സൈഡിലേക്ക് പോകുമെന്നൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, OTM എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിവതും ATM സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്ത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതും അതിന് അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അടുത്തൊരു കാര്യം ചിന്തിക്കാനുള്ളത്, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ദിവസം, ഓക്കെ, ട്രേഡ് ചെയ്യുന്ന ദിവസം അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഇവൻ്റ് ഉള്ള ദിവസമാണോ അന്ന് എന്നുള്ളത് നോക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രേഡ് ചെയ്യുന്ന ദിവസം ഇന്ന് ഈ പറയുന്ന പോലെ തന്നെ ഇന്ന് RBI ഗവർണറുടെ എന്തെങ്കിലും പ്രസ് മീറ്റ് വല്ലതും ഉണ്ടോ, അത് മാർക്കറ്റ് ടൈമിലാണോ, ആ സമയത്താണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഭയങ്കര വോളറ്റാലിറ്റി ആയിരിക്കും. ഒറ്റ സ്റ്റോപ്പ് ലോസ് പോലും എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിൻ്റെ പിന്നെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് മാർക്കറ്റ് ഭയങ്കര വോളറ്റാലിറ്റി ആയിരുന്നു. അപ്പം സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ മാർക്കറ്റിൽ പോയി നമ്മൾ ഏതെങ്കിലും പ്രീമിയം എടുത്ത് സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞാൽ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുമ്പം ആ ട്രേഡ് ചെയ്യുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. അന്ന് എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടോ, അല്ലെ എന്തെങ്കിലും സംഭവവാസം നടക്കാനുണ്ടോ, അല്ലെ എന്തെങ്കിലും ഇൻഫ്ലേഷൻ വരാനുണ്ടോ, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ, ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അന്നത്തെ ദിവസം സംഭവിക്കാനുണ്ടോ, പ്രധാനപ്പെട്ട ഡേറ്റകൾ വല്ലതും വരാനുണ്ടോ, എന്തെങ്കിലും സംഭവവാസങ്ങൾ നടക്കാനുണ്ടോ, അല്ലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ, അല്ലെ നമ്മുടെ ധനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാർക്കറ്റ് ടൈമിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് മാർക്കറ്റ് ഭയങ്കര വോളറ്റാലിറ്റി ആയിരിക്കും, ഭയങ്കര വോളറ്റൈലായിരിക്കും. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനനുസരിച്ച് മാർക്കറ്റ് ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കും. അവിടെ ഒന്നും സ്റ്റോപ്പ് ലോസ് നിൽക്കത്തില്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ ദയവ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർ ആ ദിവസം, ഏത് ദിവസമാണ് നിങ്ങൾ ട്രേഡ് ചൂസ് ചെയ്യുന്നത്, ആ ദിവസം എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പിന്നെ ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്യാതിരിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കണ്ണുകൊണ്ടാണ് സ്റ്റോപ്പ് നോക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചാർട്ടിനെ ശ്രദ്ധിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. കണ്ണുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ വരയ്ക്കുന്ന ലെവലുകൾ ഏകദേശം ദൈവം സഹായിച്ച് കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ലെവലിന് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ, ആ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അപ്പം ചോദിക്കും, സാറേ ഡ്രാസ്റ്റിക്കായിട്ട് വീണു പോയാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വിധിയിൽ നിന്ന് സമാധാനിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെരി ക്ലിയറായിട്ട് ഞാൻ പറയുകയാണ്. പലപ്പോഴും ചോദിക്കുകയാണ്, സാറേ അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റോപ്പ് ലോസ് ആയി പോകത്തില്ലേ, അത് ചിലപ്പം ഭയങ്കര നഷ്ടം വരത്തില്ലേ. ഈ പറയുന്ന നിലവിൽ സഹിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടമോ ചിന്തിച്ച് നോക്കിക്കേ. 1, 2, 3 സ്റ്റോപ്പ് ലോസ് ഡെയിലി കൊടുത്ത് സഹിക്കുന്ന നഷ്ടം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അതിട്ട് അതുമായിട്ട് ഇന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രീമിയം അല്ല സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഒരു ലെവലാണ്. അപ്പോൾ ആ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, കാരണം പ്രൊഫഷണൽസ് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്കൊരു ലെവലാണ്, അവർക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 10, 20, 30 അല്ല 50, 60 പോയിൻ്റൊക്കെ ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ്. പക്ഷേ നമുക്കതൊന്നും വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ 10,000, 10,000 വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണ് 10, 15, 20 കൂടുതൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എങ്കിൽ തന്നെയും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം ലെവലുകളെ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതും അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പം കൃത്യമായി ഒരു ലെവലിൽ നിന്ന് മാത്രമേ ട്രേഡ് എടുക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സിറ്റ് കിട്ടും. നിങ്ങൾ കൃത്യമായി ഒരു സപ്പോർട്ടിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇപ്പോൾ രണ്ട് ലെവൽ, ഒന്ന് മുകളിലും താഴെ ഒരു ലെവലുണ്ട്. ഈ ലെവലിന് നടുക്ക് കൊണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കും? എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കും? പറ്റുമോ? പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ട്രേഡിനെ പറ്റി പ്ലാൻ ചെയ്യാവൂ. അങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആ കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങിപ്പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്യുക. നിങ്ങൾ വരച്ച ലെവൽ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ അസൈൻ ചെയ്ത ആ ലെവലിൽ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകാൻ പാടുള്ളൂ. ഒരു പക്ഷെങ്കിൽ ചിലപ്പം സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാനൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടിപ്പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പലപ്പോഴും നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മാർക്കറ്റ് അവിടെ തട്ടി തിരിച്ച് കയറിപ്പോയിട്ടുണ്ട്, ഇല്ലേ? വാലുകൾ വന്ന് അടിച്ചിട്ട് തിരിച്ച് മാർക്കറ്റ് കയറിപ്പോയി നിങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പലരും പറയാം, സാറേ എൻ്റെ സ്റ്റോപ്പിൽ അടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ച് അതുപോലെ പറന്ന് കയറിപ്പോയി എന്നാൽ നിങ്ങൾ കൂടുതൽ പേരും പറയാറുള്ളത്. അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾ അങ്ങനെയാണ്, ഇല്ലേ? അപ്പം നിങ്ങൾ ഈ രീതിയിൽ പരീക്ഷിച്ച് നോക്കുക. കഴിവതും നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയർ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഫണ്ട് വേണ്ടി വരും, എനിക്കറിയാം. പക്ഷേങ്കിൽ രക്ഷപ്പെടാൻ ഇതൊക്കെയുള്ളൂ മാർഗ്ഗം.
മനസ്സിലായില്ലേ? നമ്മളപ്പം വളരെ ചെറിയ ട്രേഡ് ഇതുകൊണ്ട് വളരെ ചെറിയ ക്യാപിറ്റലുകൊണ്ട് ട്രേഡ് ചെയ്യുന്നൊരു കഴിവത് നിങ്ങൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ബുധൻ വ്യാഴം ദിവസങ്ങൾ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ക്യാപിറ്റൽ, കാരണം ഔട്ട് ഓഫ് ദ മണി അവർ ട്രേഡ് ചെയ്യുന്നത്. അല്ലാത്ത ദിവസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നിങ്ങൾ ഈ ഔട്ട് ഓഫ് ദ മണിയിൽ കഴിവതും ട്രേഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റ് വിചാരിച്ച പോലെ പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സമയം കുറച്ച് നീണ്ടുപോയി എങ്കിലും സ്റ്റോപ്പ് ലോസിനെ പറ്റിയുള്ള കുറച്ച് ഒരു മിഥ്യാധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.